എത്തി. വേണ്ട വേണ്ട വരും നല്ല നേരെ പോന്നു. വോട്ട് ചെയ്യാൻ കാണും പ്രശ്നം. അല്ല മൈക്കോ എല്ലാരും പൊട്ടിച്ചിട്ട് ഇവിടെ നല്ല ചിരി നല്ല ചിരി കമ്പനി കടിച്ചില്ലേ. തെരഞ്ഞെടുപ്പിൽ തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിലെ 113 നമ്പർ ബൂത്തിൽ നിന്ന് കുടുംബവുമൊത്ത് വോട്ട് ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മികച്ച ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും. ഒപ്പം തലശ്ശേരി അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം 6 ലക്ഷം പിന്നിടും. ഇവിടെ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം അഴിമതി ആരോപണം നേരിടുന്നത്. അഴിമതി ആരോപണം മാത്രമല്ല, അഴിമതിയാണ്. വളരെ പരസ്യമായി തെളിഞ്ഞിരിക്കുന്നു. വയനാട്ടിലെ ചൂരൽമലയും മുണ്ടക്കയിലും വേണ്ടി പിരിച്ച ഫണ്ട്, ആ പിരിച്ച ഫണ്ടിന് കണക്കില്ല. അത് ചോദിക്കുമ്പം 3 പേർ 3 ഉത്തരം പറയുകയാണ്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം വർഗീയ രാഷ്ട്രീയത്തെ കേരളത്തിൽ ജനങ്ങൾ കുഴിച്ചുമൂടും. ഇവിടെ എന്തെല്ലാം കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും എത്ര തന്നെ പണം കൊണ്ടൊഴുക്കിയാലും കേരളത്തിലെ ജനങ്ങളെ വിലക്കെടുക്കാൻ സാധിക്കില്ല എന്ന് BJPക്ക് മെയ് 4-ന് ബോധ്യപ്പെടും. അവർക്ക് 0 ഇത്തവണ ലഭിക്കാൻ പോകും. കേരളത്തിൽ LDF ചരിത്ര ഭൂരിപക്ഷം നേടി ഒരു 3rd ടേം കൺസിക്യൂട്ടീവായി 3ാം ടേമും കേരളത്തിൻ്റെ അധികാരത്തിൽ വരുമെന്നാണ് ഇത് സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഏറ്റവും മികച്ച വികസനം നടന്ന കാലമാണ്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് വോട്ടിൽ ജനങ്ങൾ വിജയിപ്പിക്കുന്നത്? വികസനത്തിനൊരു വോട്ടുണ്ട് കാലത്തും.
ആ വികസനത്തിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ ഭരണം തീരുമാനിക്കുന്ന ഒരു ചെറിയ പെർസെൻറ്റേജ് ഫ്ലോട്ടിംഗ് വോട്ടാണ്. ആ ഫ്ലോട്ടിംഗ് വോട്ടാണ് ഭരണം തീരുമാനിക്കുന്നത്. അവർ പല കാര്യങ്ങൾ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. അതിലൊന്ന് നിശ്ചയം അവർ നോക്കുന്നത് വികസനം തന്നെയാണ്. അതുകൊണ്ട് വികസനത്തിന് അണിനിരക്കും ജനങ്ങൾ. വികസന തുടർച്ച ഉണ്ടാവണമെങ്കിൽ ഇടതുപക്ഷം വീണ്ടും വരണം. പലതരത്തിലും കേന്ദ്ര ഗവൺമെൻറ് ക്യൂബയ്ക്ക് മുകളിൽ അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതുപോലെ സംസ്ഥാന സർക്കാരിന് മുകളിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി സംസ്ഥാനത്തെ കഴുത്തുഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടും ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. എന്താണ് ബദൽ എന്നത് കേരളം ഇന്ത്യക്ക് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇത്തവണയും ഞങ്ങൾ അധികാരത്തിലേറ്റുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത മുഴുവൻ വോട്ടർമാരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ 2001-ൽ 2016-ൽ 91, 2021-ൽ 99, 2026-ൽ 3 അക്കം പിന്നിട്ടു.